Dear students, +2 ബോട്ടണി ക്ലാസ്സിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹൈഡ്രോഫിലി, അനിമോഫിലി ഇങ്ങനെ 2 ടൈപ്പ് പോളിനേഷൻസ് ആണ്. ഇനി നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസ് ആണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചത് അബയോട്ടിക് ഏജൻസിനെ കുറിച്ചായിരുന്നു, പോളിനേഷനെ കുറിച്ചായിരുന്നു. ഇനി പറയാനുള്ളത് ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻറ്റ്. Common biotic pollinating agents include bees, butterflies, beetles, wasp and moth, birds. ഇതുപോലുള്ള കുറേ ഓർഗാനിസംസ് വരുന്നുണ്ട്. ബേർഡ്സ് ഒക്കെ നമുക്കറിയാം, ഹമ്മിങ് ബേർഡ് ഒക്കെ പോളിനേറ്റിംഗ് ഏജൻ്റ് ആണ്. അതുപോലെ തന്നെ ബാറ്റ്, അതുപോലെ ലിസാർഡ്സ്, ഇതൊക്കെ റോഡൻസ്, ലിസാർഡ്സ് ഒക്കെ പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് വരുന്നുണ്ട്. But insects are the dominant biotic pollinating agents, especially bees. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ പോളിനേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബയോട്ടിക് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇൻസെക്ട്സ്, എസ്പെഷ്യലി ബീസ്, ആർ ദ ഡോമിനൻറ്റ് ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്. Pollination by animals known as zoophily. ഓക്കെ, പോളിനേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആനിമൽസ്, സൂഫിലി. നമ്മൾ നേരത്തെ പോളിനേഷൻ ബൈ വിൻഡ്, അനിമോഫിലി എന്നും പോളിനേഷൻ ബൈ വാട്ടർ, ഹൈഡ്രോഫിലി എന്നും പഠിച്ചിരുന്നു. അതുപോലെ തന്നെ പോളിനേഷൻ ബൈ ആനിമൽസ് നോൺ ആസ് സൂഫിലി, വിച്ച് ഇൻക്ലൂഡ് ദ പോളിനേഷൻ ബൈ ഇൻസെക്ട്സ്, അതുപോലെ റെപ്റ്റൈൽസ്, റോഡൻസ്, ഇതെല്ലാം സൂഫിലിയിലാണ് വരുന്നത്. ഇനി ഞാൻ ഈ ഒരു സെക്ഷനിൽ ജസ്റ്റ് പോളിനേറ്റിംഗ് ഏജൻസിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അബയോട്ടിക് എന്നും ബയോട്ടിക് എന്നും. അപ്പം അബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസ് വി ഓൾറെഡി ഡിസ്കസ്ഡ്, വിൻഡ്, വാട്ടർ, 2 അബയോട്ടിക് ഏജൻസ്. അതുപോലെ ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസ് ഇൻക്ലൂഡ് ഇൻസെക്ട്സ്. ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സ്, ബേർഡ്സ്, ബാറ്റ്, സ്നെയിൽ ആൻഡ് അതർ ആനിമൽസ്. ഓക്കെ, ഇതൊക്കെ ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചതാണ്, നോക്കി മനസ്സിലാക്കി വെക്കാം. വിൻഡ് പോളിനേഷന് നമ്മൾ അനിമോഫിലി എന്നും വാട്ടർ പോളിനേഷൻ ഹൈഡ്രോഫിലി എന്നും പറഞ്ഞ പോലെ തന്നെ ഈ ഡിവൈഡ് ചെയ്ത് വെച്ച ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസിൻ്റെ ഓരോന്നിൻ്റെയും പോളിനേഷൻ, ഈ ഏജൻസ് മീഡിയേറ്റഡ് ആയിട്ടുള്ള പോളിനേഷനെ നമുക്ക് ഡിഫറെൻറ്റ് നെയിംസ് കൊടുക്കാൻ പറ്റും. അത് നമുക്കിപ്പം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇൻസെക്റ്റ് പോളിനേഷൻ എന്ത് പറയും, ബേർഡ് പോളിനേഷൻ എന്ത് പറയും, അങ്ങനെ നോക്കാം. അപ്പോൾ ഇൻസെക്റ്റ് പോളിനേഷനെ പറയുന്ന പേരാണ് എൻഡമോഫിലി. ഒരു പോളിനേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസെക്ട്സ് നോൺ ആസ് എൻഡമോഫിലി. ഓക്കെ, ടേം മനസ്സിലാക്കി വെക്കുക, എൻഡമോഫിലി. അപ്പോൾ ഇൻസെക്റ്റ് പോളിനേഷനുള്ള പിക്ചേഴ്സൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇൻഫ്ലോറസൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലവറിൽ ഒരു ഇൻസെക്റ്റ് വന്ന് വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ടേം മനസ്സിലാക്കുക, എൻഡമോഫിലി, ഇൻസെക്റ്റ് പോളിനേഷൻ. ഇനി ബേർഡ് പോളിനേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബേർഡ്സ് നോൺ ആസ് ഓർണിത്തോഫിലി. ഓർണിത്തോ എന്നുള്ളത് ബേർഡുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്, ഓർണിത്തോളജി നമുക്കറിയാം. അപ്പോൾ പോളിനേഷൻ ബൈ ബേർഡ്സ് നോൺ ആസ് ഓർണിത്തോഫിലി. ക്ലിയർ, ഓർണിത്തോഫിലി. ദെൻ പോളിനേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാറ്റ്. ഒരു നൊക്ടേണൽ പീരിയോഡിസിറ്റി കാണിക്കുന്ന ഒരു ഓർഗാനിസാണ് ബാറ്റ്. പോളിനേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാറ്റ് നോൺ ആസ് കൈറോപ്റ്റിറോഫിലി. പോളിനേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാറ്റ്. ഓക്കെ, ടേം മനസ്സിലാക്കി വെക്കാം. ദെൻ പോളിനേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്നെയിൽ പോളിനേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പോളിനേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്നെയിൽ ഈസ് നോൺ ആസ് മാലക്കോഫിലി. പോളിനേഷൻ ബൈ സ്നെയിൽ, മാലക്കോഫിലി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞൊരു ബയോട്ടിക് ഏജൻ്റ് ആണ് ആൻഡ്. ഓക്കെ, pollination by ant is called myrmecophily. Pollination by ant is called myrmecophily. Now the above mentioned pollinating agents, കുറേ ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് നമ്മൾ പറഞ്ഞു. The above mentioned pollinating agent, the dominant pollinating agent is insect, especially bees, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇൻസെക്റ്റ് പോളിനേഷൻ ഈസ് കോൾഡ് എൻഡമോഫിലി. ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിനെ എൻഡമോഫിലസ് ഫ്ലവേഴ്സ് എന്നും പറയാം. ദീസ് എൻഡമോഫിലസ് ഫ്ലവേഴ്സ് ഹാവ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ടു അട്രാക്ട് ദ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്, ടു അട്രാക്ട് ദ ഇൻസെക്ട്സ്. These flowers provide some floral rewards like pollen grains, nectar and safe place for egg laying, etc. to attract the insects, the pollinating agents. Now listen, what are the characters of endomophilous flowers?
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അനിമോഫിലസ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സും ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സും. അതുപോലെ തന്നെ വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് എൻഡമോഫിലസ് ഫ്ലവേഴ്സ് നോട്ട് ചെയ്തോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ, ഫ്ലവേഴ്സ് ആർ ബ്രൈറ്റ് കളേർഡ്, പ്രൊഡ്യൂസ് നെക്ടർ ആൻഡ് ഓർഡർ. ഓക്കെ, അപ്പോൾ നമുക്കത് ഒരു പോയിൻ്റായിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 3 പോയിൻ്റായിട്ടോ പറയാം. ഫ്ലവേഴ്സ് ആർ ബ്രൈറ്റ് കളേർഡ്, മോർ അട്രാക്റ്റീവ്, ഷോയി ടു അട്രാക്റ്റ് ദ ഇൻസെക്ട്സ്, and they produce nectar or honey, and they produce odor, okay, smell producing. Then second one, pollen grains are sticky and spiny. സ്റ്റിക്കി ആയിട്ടുള്ള സ്പൈനി ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ് ഉണ്ടാവുക. അങ്ങനെ ആയാലേ ആ ഇൻസെക്റ്റിൻ്റെ ബോഡി പാർട്സിൽ അബ്ഡോമനിലോ ലെഗ്സിലൊക്കെ അത് സ്റ്റിക്ക് ചെയ്ത് വരുള്ളൂ. അപ്പോൾ സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ് ആണ്. ദെൻ യൂഷ്വലി ഫ്ലവേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇൻഫ്ലോറസൻസ്. ഒരു ക്യാപിറ്റുലം ഇൻഫ്ലോറസൻസ് ആയിട്ടാണ്, സൺഫ്ലവറിലൊക്കെ നമ്മൾ കാണുന്നതാണ്, ക്യാപിറ്റുലം ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദാറ്റ് സിംഗിൾ വിസിറ്റ് ഓഫ് ആൻ ഇൻസെക്റ്റ് ക്യാൻ പോളിനേറ്റ് ലാർജ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. ഒരു സമയം ഒരു ഇൻസെക്റ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ഒരേ സമയം തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഒപ്പം പോളിനേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിൽ ഫ്ലവേഴ്സ് നെക്ടർ അല്ലെങ്കിൽ ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. ആ നെക്ടർ ഗ്ലാൻസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഇൻസെക്റ്റ് ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലും ആന്തറിലും വന്ന് ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നെക്ടർ ഗ്ലാൻസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 1-2 പിക്ചേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് കാണാം. അനദർ ക്യാരക്ടർ ഓഫ് എൻഡമോഫിലസ് ഫ്ലവർ ഇസ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓർഡർ എന്നാണ്. ഓർഡർ, അപ്പോൾ ഓർഡർ എന്നുള്ളത് ഇറ്റ് മേ ബി ഫ്രാഗ്രൻസ് ഓർ ഫൗൾ, ഏത് രീതിയിലുള്ള സ്മെല്ലും ആവാം, നല്ല ഇതും ആവാം ചീത്തയും ആവാം, ഫ്രാഗ്രൻസ് ഓർ ഫൗൾ സ്മെൽ. ഇപ്പോൾ ഫ്രാഗ്രൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ് ജാസ്മിൻ പ്രൊഡ്യൂസ് ഫ്രാഗ്രൻസ്. ആ ഫ്രാഗ്രൻസിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഇൻസെക്ട്സ് ഉണ്ട്. ദെൻ അനദർ പ്ലാന്റ്സ് ലൈക്ക് റഫ്ലീഷ്യ, അരിസ്റ്റലോക്കിയ പോലുള്ള പ്ലാന്റ്സ് ഒക്കെ. റഫ്ലീഷ്യ നിങ്ങൾക്കറിയാം ലാർജസ്റ്റ് ഫ്ലവർ ആണ്. ഓക്കെ, അരിസ്റ്റലോക്കിയ പോലെയുള്ള ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഫൗൾ സ്മെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ചില ഫ്ലൈസ് അതുപോലെ മോത്ത്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഫൗൾ സ്മെല്ല് കാരണം അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഇൻസെക്ട്സ് ആണ് ആ ഫ്ലവറിനെ പോളിനേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഫ്ലോറൽ റിവാർഡ്സ് എന്നുള്ളൊരു ടേം. അതിനകത്തൊരു എഗ് ലേയിങ് പ്ലേസ്, സേഫ് പ്ലേസ് ഫോർ ബ്രീഡിങ്, എഗ് ലേയിങ് എന്ന് പറഞ്ഞു. അതിനൊരു എക്സാമ്പിളാണ് അമോർഫോഫാലസ് ഓർ എലഫൻറ്റ് ഫൂട്ടിയാം, നമ്മൾ ചേന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവർ. അമോർഫോഫാലസിൻ്റെ ഫ്ലവർ നിങ്ങൾക്ക് കാണാം, ജൈജാൻറ്റിക്കായ ഫ്ലവേഴ്സ് കാണാം. അപ്പം ഇതിനകത്ത് ആ ഒരു ലോബിനകത്ത് വളരെ സേഫായിട്ടുള്ള ഒരു എഗ് ലേയിങ് പ്ലേസ് ഇൻസെക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ എഗ് ലേയിങ് എന്നുള്ള പർപ്പസിന് വേണ്ടിയാണ് ആ ഫ്ലവറിനത് വിസിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ആ ഒരു സമയം കൊണ്ട് ബൈ ചാൻസിൽ അവിടെ പോളിനേഷനും കൂടെ നടക്കുകയാണ്. അപ്പം അമോർഫോഫാലസിൻ്റെ ഫ്ലവർ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ചെറിയ ഫ്ലവേഴ്സ് ഇതുപോലെ ഉണ്ടാവും. അതിനകത്ത് ഇൻസെക്റ്റ് വന്ന് വിസിറ്റ് ചെയ്യും. എന്തിനു വേണ്ടി? ടു ലേ എഗ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസെക്റ്റും ഈ ഫ്ലവറും തമ്മിലൊരു മ്യൂച്വലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു സിംബയോട്ടിക് റിലേഷനാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. സിംബയോസിസ് നമുക്കറിയുന്ന ഒരു ടേമാണത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടേം നോക്കൂ. പോളൻ റോബേഴ്സ് ഓർ നെക്ടർ റോബേഴ്സ്. റോബറി, സ്റ്റീലിംഗ് അല്ലേ, കളവ്, കട്ടെടുക്കുക. പോളൻ റോബേഴ്സ് ഓർ നെക്ടർ റോബേഴ്സ്. സം ഇൻസെക്ട്സ് വിസിറ്റ് ദ ഫ്ലവർ, കൺസ്യൂം പോളൻ ഗ്രെയിൻ ആൻഡ് നെക്ടർ വിതൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് പോളിനേഷൻ. ചില ഇൻസെക്ട്സ് ഫ്ലവറിനെ വിസിറ്റ് ചെയ്യുന്നു, വളരെ വിദഗ്ധമായി അവർ നെക്ടറും പോളൻ ഗ്രെയിൻസും കൺസ്യൂം ചെയ്യുന്നു, പക്ഷേ എന്ത് നടക്കുന്നില്ല? പോളിനേഷൻ നടക്കുന്നില്ല. അങ്ങനെയുള്ള ഇൻസെക്ട്സിനെയാണ് പോളൻ റോബേഴ്സ് ഓർ നെക്ടർ റോബേഴ്സ് എന്ന് പറയുക. ഈ ഇൻസെക്ട്സ് ഫ്ലവറിനെ വിസിറ്റ് ചെയ്തിട്ട് അതിൽ ഫ്ലോറൽ പാർട്സിനെ, ഫ്ലോറൽ വേൾഡ്സിനെ ഡാമേജ് വരുത്തിയിട്ട് അതിനകത്തുനിന്ന് ഇത് സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. പോളൻ ഗ്രെയിൻസിനെയും നെക്ടറിനെയും സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ആ സമയത്ത് ഫ്ലവറിന് വേണ്ട പർപ്പസായ പോളിനേഷൻ നടക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ പോളൻ റോബേഴ്സ് ഓർ നെക്ടർ റോബേഴ്സ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പിക്ചറിനകത്തൊക്കെ നെക്ടറീസിൻ്റെ പെക്യുലാരിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നെക്ടർ ഫീൽഡ് സ്പർ, അതുപോലെ നെക്ടറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ്. ഓക്കെ, ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോമോഗ്രനേറ്റിൻ്റെ, അനാറിൻ്റെ പോമോഗ്രനേറ്റിൻ്റെ ഫ്ലവറാണ്. ബ്രൈറ്റ്ലി കളേർഡ് ഫ്ലവറാണ്. ഇത് ഫിഗിൻ്റെ ഫ്ലവറാണ്. ഫൈക്കസ്, ഫിഗ് ഫ്രൂട്ടാണ്. അതിൻ്റെ ഫ്ലവർ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അതിനകത്ത് ഒരുപാട് ഫ്ലവേഴ്സ് ഒരുമിച്ച് കൂടി അത് എഗ് ലേയിങ് പ്ലേസ് ആണ് വാസ്പിൻ്റെ. അതുപോലെ ഈ കാണുന്നതൊക്കെ അഡാപ്റ്റേഷനാണ്. ആ ഒരു ഫ്ലവറിനോട് അത്രയും അതിൻ്റെ പോളിനേറ്റിംഗ് ഏജൻറ്റ് കളറിലും പാറ്റേണിലും ഒക്കെ അത്രയധികം സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്.
Okay, next we are going to discuss about pollination in Yucca. യൂക്ക എന്ന് പറയുന്ന പ്ലാന്റിനകത്തുള്ള പോളിനേഷൻ. യൂക്ക പ്ലാന്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വൈറ്റ് ഫ്ലവേഴ്സ് ഇൻഫ്ലോറസൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ വിസിറ്റ് ചെയ്ത ഒരു സ്പീഷീസ് ഓഫ് മോത്തിനെ കാണാം. ഓക്കെ, അപ്പോൾ ഫ്ലവേഴ്സ് കാണാം, അതിനകത്ത് വിസിറ്റ് ചെയ്യുന്ന മോത്തിനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ അകത്ത് മോത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ലിസൺ. This plant, yucca and moth, cannot complete their life cycle without each other. അതാണ് അതിൻ്റെ ഒരു പെക്യുലാരിറ്റി. They cannot complete their life cycle without each other because they maintain a symbiotic relationship. Moth deposit eggs in the locule of the ovary of the flowers. ഫ്ലവേഴ്സിൻ്റെ ഓവറിയിലുള്ള ലൊക്യൂളിനകത്താണ് മോത്ത് എഗ്ഗ് ലേ ചെയ്ത് പോവും. ആ എഗ്ഗ് ലേ ചെയ്യുന്ന സമയം കൊണ്ട് ഈ ഒരു ഫ്ലവർ പോളിനേറ്റ് ചെയ്യും കൂടെ ചെയ്യുക. അപ്പോൾ ഫ്ലവറിന് പോളിനേഷൻ എന്നുള്ളൊരു പർപ്പസ് നടക്കും. ഇൻസെക്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇൻസെക്റ്റിന് എഗ്ഗ് ലേ ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ദേ കനോട്ട് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ വിത്തൗട്ട് ഈച്ച് അതർ. ദെൻ ഈ എഗ്ഗ് ലേ ചെയ്ത് എഗ്ഗ് നിന്ന് ലാർവ കം ഔട്ട് ചെയ്യും. ഓക്കെ, ലാർവ വന്നിട്ട് ആ സീഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയം കൊണ്ട്, ആ ഫ്ലവറിനകത്ത് സീഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് ദ ലാർവ വിൽ കം ഔട്ട് ആൻഡ് ദിസ് ലാർവെ ഫീഡ് ഓൺ സം ഓഫ് ദ സീഡ്സ്. ആ യുക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സീഡ്സിൻ്റെ ടെൻഡർ ടിഷ്യൂവിനെ ആ ലാർവ ഫീഡ് ചെയ്യും. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ അത്രയും ക്ലോസ് ആയ റിലേഷൻഷിപ്പ് അവരവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഈ ഒരു സെക്ഷനിൽ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതായത് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ് എന്നുള്ള പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഗാമിറ്റോജെനസിസ് എന്നുള്ള പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഗമി ട്രാൻസ്ഫർ എന്നുള്ളത് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഗമി ട്രാൻസ്ഫർ പോളിനേഷൻ ആയിരുന്നു. പോളിനേഷൻ്റെ ഏജൻസിനെ കുറിച്ചും അതിൻ്റെ അഡാപ്റ്റേഷൻസ് ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പോളിനേഷൻ എന്നുള്ള പ്രോസസ്സ് നടന്നു. പോളൻ ഗ്രെയിൻസ് ആർ നൗ ഡെപ്പോസിറ്റഡ് ഓൺ ദ സ്റ്റിഗ്മാറ്റിക് സർഫസ്. ഓക്കെ, സ്റ്റിഗ്മാറ്റിക് സർഫസിലാണ് ഇപ്പോൾ നമ്മൾ പോളൻ ഗ്രെയിൻസ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഇനി എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത് എന്നുള്ളതാണ് പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ എന്നുള്ള ഒരു പോർഷനിൽ നമുക്ക് പറയാനുള്ളത്. നോക്കൂ, ഓൾ ടൈപ്പ് ഓഫ് പോളൻ ഗ്രെയിൻസ് ആർ ഡെപ്പോസിറ്റഡ് ഓൺ ദ സ്റ്റിഗ്മ. ഓക്കെ, അപ്പോൾ വിൻഡായാലും ഇൻസെക്റ്റ് ആയാലും തിരഞ്ഞു പിടിച്ചൊന്നും അല്ലാതെ ഡെപ്പോസിറ്റ് ചെയ്യുക. എല്ലാത്തരം പോളൻ ഗ്രെയിൻസും സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. സോ സ്റ്റിഗ്മ റെക്കഗ്നൈസസ് ദ പോളൻ ഗ്രെയിൻസ് വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്, കോമ്പാക്റ്റിബിൾ ഓർ ഇൻകോമ്പാക്റ്റിബിൾ. അപ്പോൾ റൈറ്റ് ടൈപ്പ് അല്ലെങ്കിൽ കോമ്പാക്റ്റിബിൾ പോളൻ ഗ്രെയിൻസ് ആണോ വന്നത് അതോ ഇൻകോമ്പാക്റ്റിബിൾ ആണോ എന്നുള്ളത് സ്റ്റിഗ്മ റെക്കഗ്നൈസ് ചെയ്യുന്നു. സ്റ്റിഗ്മ ഹാസ് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് ദ പോളൻ ഗ്രെയിൻസ് വെദർ ഇറ്റ് ഈസ് കോമ്പാക്റ്റിബിൾ ഓർ ഇൻകോമ്പാക്റ്റിബിൾ ആൻഡ് പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് കോമ്പാക്റ്റിബിൾ പോളൻ ഗ്രെയിൻ ആൻഡ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ഇൻകോമ്പാക്റ്റിബിൾ പോളൻ ഗ്രെയിൻ. ഇതാണ് പ്രോസസ്സ്. So pollen-pistil interaction is a dynamic process which involve the pollen recognition and promotion or inhibition of pollen grains. Okay. ഇനി എങ്ങനെയാണ് റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിനിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? നോക്കൂ, പോളൻ ജെർമിനേഷൻ എന്നുള്ളൊരു പ്രോസസ്സാണ് അവിടെ നടക്കുക. റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ അതിന് ജെർമിനേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കും. പോളൻ ജെർമിനേഷൻ, ദാറ്റ് ഈസ് കം ഔട്ട് പോളൻ ട്യൂബ്. പോളൻ ട്യൂബ് വരുന്നു, ഗ്രോ ചെയ്യുന്നു. അത് സ്റ്റിഗ്മാറ്റിക് സർഫസിൽ നിന്ന് സ്റ്റൈലിലേക്ക് ഗ്രോ ചെയ്യും. സ്റ്റൈലാ ടിഷ്യൂവിലൂടെ ഗ്രോ ചെയ്തിട്ട് അത് അവസാനം ഓവറിയിലേക്ക് എത്തും. നൗ പ്ലീസ് റീകോൾ ദ സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്. എക്സൈൻ, ഇൻഡൈൻ എന്ന് പറയുന്ന 2 വോൾ ഉണ്ടായിരുന്നു. അതിനകത്തുള്ള സെൽസൊക്കെ ഒന്ന് റികളക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് 2 കാര്യങ്ങൾ പറയാനുള്ളത്. ഇൻ സം പ്ലാന്റ്സ് pollen shed occur at 3-celled condition and in some other plants pollen shed occur at 2-celled condition. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. 3 cells എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് 2 male gametes and 1 vegetative cell. ഓക്കെ, 2 cells എന്ന് പറയുമ്പം ഇറ്റ് ഇൻക്ലൂഡ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. ഇതിൻ്റെ കേസിൽ ഈ പോളൻ ജെർമിനേഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ പോളൻ ഷെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തർ ഡിഹൈസ് ചെയ്ത് പോളൻ ഗ്രെയിൻസ് പുറത്ത് വരിക. ഓക്കെ, അപ്പോൾ ഇഫ് പോളൻ ഷെഡ് ഒക്കർ അറ്റ് 3-celled കണ്ടീഷൻ എന്നതാണെങ്കിൽ, അതായത് 2 മെയിൽ ഗമീറ്റും ഒരു വെജിറ്റേറ്റീവ് സെല്ലും ആണെങ്കിൽ, ദിസ് പോളൻ ട്യൂബ്, പോളൻ ജെർമിനേഷൻ ഒക്കർ ആൻഡ് ദ പോളൻ ട്യൂബ് ക്യാരി ദീസ് 3 cells. This pollen tube grows through styla tissue and reaches to the ovary. അവിടെ പ്രത്യേകിച്ച് ഡിവിഷനും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ പോളൻ ട്യൂബ് ഈ 3 സെൽസിനെയും ക്യാരി ചെയ്തുകൊണ്ട് ഓവറീനെ ലക്ഷ്യമാക്കി ഗ്രോ ചെയ്യുന്നു എന്ന് മാത്രം. Then the second case, if pollen shed occur at
2-celled condition. Okay, pollen grains പുറത്തു വരുന്നത് 2 cells ഉള്ള കണ്ടീഷനിലാണ് എങ്കിൽ which are the 2 cells, vegetative cell and generative cell. These type of pollen grains that carry only 2 cells after pollination, which are deposited on the stigmatic surface, pollen germination will occur. Pollen germination will occur and the pollen tube emerges out. It grows through stylar tissue. നോക്കൂ, ആ pollen ട്യൂബിനകത്ത് അപ്പം ഉള്ളത് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ആണ്. ഡ്യൂറിങ് ദ ഗ്രോത്ത് ഓഫ് pollen tube, the generative cell divide to form 2 male gametes. ഓക്കെ, അപ്പോൾ ആ ഗ്രോത്തിന് ഇടക്ക് വെച്ചാണ് പോളൻ ട്യൂബ് സ്റ്റൈലാർ ടിഷ്യൂവിലൂടെ ഗ്രോ ചെയ്യുന്നതിന് ഇടക്ക് വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുക, ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗമീറ്റ്സ് ഉണ്ടാവുക. സോ അൾട്ടിമേറ്റ്ലി ദ പോളൻ ട്യൂബ് ക്യാരി 1 വെജിറ്റേറ്റീവ് സെൽ ആൻഡ് 2 മെയിൽ ഗമീറ്റ്സ്. ദീസ് പോളൻ ട്യൂബ്സ് മൂവ് ടുവേർഡ്സ് ഓവറി. ഓവറിയെ ലക്ഷ്യമാക്കിയാണ് പോളൻ ട്യൂബ് താഴേക്ക് ഗ്രോ ചെയ്യുക. ദെൻ ഓവറിക്ക് അടുത്ത് വന്നിട്ട് ഒവ്യൂളിനകത്ത് അത് എൻട്രി ചെയ്യും. ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. ഒവ്യൂളിൽ മൈക്രോപൈലിലൂടെയൊക്കെയാണ് അത് എൻട്രി ചെയ്യുക. മൈക്രോപൈലിലൂടെ എൻട്രി ചെയ്യാം, ഇൻഡിഗ്യുമെൻസിനെ പിയേഴ്സ് ചെയ്തിട്ടോ ചെലാസൽ പാർട്ടിലൂടെയൊക്കെ എൻറ്റർ ചെയ്യാം. ദെൻ ഈ എൻറ്റർ ചെയ്യുന്ന പോളൻ ട്യൂബ് ഡയറക്റ്റ് ചെയ്യുന്നത് സൈനർജിഡ്സ് ആണ്. സൈനർജിഡ്സിനകത്തുള്ള ഫിലിഫോം അപ്പാരറ്റസ് എന്നുള്ള ഒരു തിക്കനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫിലിഫോം അപ്പാരറ്റസ് ആണ് ഈ പോളൻ ട്യൂബിനകത്തുള്ള മെയിൽ ഗമീറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നത്. നോക്കൂ, വൺ ഓഫ് ദ മെയിൽ ഗമീറ്റ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എഗ് ആൻഡ് ദ സെക്കൻഡ് മെയിൽ ഗമീറ്റ് ഡയറക്റ്റഡ് ടുവേർഡ്സ് പോളാർ ന്യൂക്ലിയൈ ഓർ സെക്കൻഡറി ന്യൂക്ലിയസ്. അപ്പോൾ പോളൻ ട്യൂബിലൂടെ വരുന്ന മെയിൽ ഗമീറ്റ്സിനെ ഒന്നിനെ എഗ്ഗിലേക്കും മറ്റതിനെ സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയയിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതും ഈ സൈനർജിഡിനകത്തുള്ള ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഫിലിഫോം അപ്പാരറ്റസ് ആണ് ഈ മെയിൽ ഗമീറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ പാർട്ടിൽ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ നമ്മൾ കറക്റ്റ് പഠിച്ചിരിക്കണം. എംബ്രിയോ സാക്ക്, അതിനകത്ത് കാണുന്ന 7 സെൽസ് അല്ലെങ്കിൽ 8 ന്യൂക്ലിയൈ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മെയിൽ ഗമീറ്റ് ഒന്ന് പോയി എഗ്ഗിനോട് ഫ്യൂസ് ചെയ്യും, രണ്ടാമത്തത് പോയിട്ട് പോളാർ ന്യൂക്ലിയസിനെ അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയൈ സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യും. ആ ഫ്യൂഷൻ നമ്മൾ പറയുന്നത് സെക്കൻഡ് പാർട്ടിലാണ്, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഈവൻസിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പിക്ചർ NCERTയിലുള്ള പിക്ചറാണ്. ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അത് നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനും അതുപോലെ ഇതിൻ്റെ ബാക്കി പാർട്ട് വരുന്ന അതായത് ഫെർട്ടിലൈസേഷൻ ഈവൻസും പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസും ഒക്കെ കാണാനുണ്ട് ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻ. ഓക്കെ, ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് പോകണം, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. Okay, thank you.